ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് അമോണിയൻ്റെ ആണ്. അപ്പോൾ അമോണിയൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഇതേപോലെ നമ്മുടെ കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രിയിൽ ഗോസ് വ്യൂ 5.0 എടുക്കുക. ഇത് ക്ലോസ് കൊടുക്കുക. ക്ലോസ് കൊടുത്തതിന് ശേഷം ഇത് നമ്മുടെ എന്താണ് ഔട്ട്പുട്ട് ഫയല്, ഇത് നമ്മൾ കൊടുക്കുന്നത് ഇൻപുട്ട് ഫയല്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സാധനം നമുക്ക് ഇവിടെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പീരിയോഡിക് ടേബിളായിട്ടുള്ള കാർബൺ 6 സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം അതിൽ നൈട്രജൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ നൈട്രജൻ്റെ 3 സ്ട്രക്ചർ കാണാൻ പറ്റും. അതിൽ അമോണിയൻ്റെ സ്ട്രക്ചർ സെലക്ട് ചെയ്യുക. അതിനുശേഷം അമോണിയൻ്റെ സ്ട്രക്ചർ ഇതെവിടെ വന്നിട്ടുണ്ട്, അതിവിടെ വരുത്തണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട്, കണ്ടോ? നമുക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. വന്നിട്ടുണ്ട്. ഇനി ഇവിടെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, വ്യൂ കൊടുക്കുക. വ്യൂ കൊടുത്തിട്ട് നമ്മുടെ ലേബിൾസ് കൊടുത്തു കഴിഞ്ഞാൽ ലേബിൾസ് വന്നിട്ടുണ്ടാവും. റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, വ്യൂ കൊടുക്കുക, സിമ്പിൾസ് ഉണ്ട്, സിമ്പിൾസ് കൊടുത്താൽ നമുക്ക് സിമ്പിൾസും വന്നിട്ടുണ്ടാവും. വന്നിട്ടില്ലേന്ന് ചെക്ക് ചെയ്യുക, മാക്സിമൈസ് ചെയ്തിട്ട്. ഇത് കണ്ടോ? നൈട്രജൻ, 2 ഹൈഡ്രജൻ, 3 ഹൈഡ്രജൻ, 4 ഹൈഡ്രജൻ, ഇങ്ങനെ നമ്മുടെ സിമ്പിൾസും ലേബിൾസും ഒക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മെയിൻ സ്റ്റെപ്പിലോട്ട് പോകുക, കാൽക്കുലേറ്റ് പോവുക. അതിൽ ഗോഷ്യൻ കാൽക്കുലേഷൻ സ്റ്റെപ്പ് സെലക്ട് ചെയ്യുക. അതിൽ സ്റ്റെപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ജോബ് ടൈപ്പിൽ എനർജിയിൽ എന്ത് സെലക്ട് ചെയ്യാം? സൂം ചെയ്തു. ഒപ്റ്റ് പ്ലസ് ഫ്രീക്വൻസി സെലക്ട് ചെയ്തു. അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമ്മൾ മെത്തേഡിൽ പോവുക. മെത്തേഡിൽ പോയിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ അവിടെ ഒന്നും ചെയ്യേണ്ട. ബേസിക് സെറ്റ് എന്തായിട്ട് മാറ്റണം? 631G ആയിട്ട് മാറ്റണം. അതിനുശേഷം അത് പ്ലസ് കൊടുക്കുക. ഡിഫോൾട്ട് സ്പിന്നെ മാറ്റിയിട്ട് റെസ്ട്രിക്റ്റഡ് ആക്കുക. അതിനുശേഷം നമ്മൾ നേരെ ടൈറ്റിലിൽ പോയിട്ട് അമോണിയൻ്റെ സിമ്പിൾ കൊടുത്താലും മതി. NH3 ടൈപ്പ് ചെയ്യാം. ദെൻ ലിങ്കൊന്നും കൊടുക്കണ്ട. ലിങ്കിൽ ജനറലിൽ നമ്മൾ റൈറ്റ് കണക്ടിവിറ്റി എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവുമല്ലോ, അത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളടുത്ത് സേവ് ചെയ്യണോ എന്ന് ചോദിക്കും. സേവ് കൊടുക്കുക. സേവ് കൊടുക്കുമ്പോൾ ഇതിപ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഡെസ്ക്ടോപ്പിൽ പോയിട്ട് പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കി ആ ഫോൾഡറിലാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഇവിടെ തൽക്കാലം ഓൾറെഡി ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്, VS എന്ന് പറഞ്ഞിട്ട്. VS എന്നുള്ള ഫോൾഡർ സെലക്ട് ചെയ്തു. അതിൽ വേറെ മോളിക്യൂൾസാണ് സെലക്ട് ചെയ്തത്. ഇനിയിപ്പോൾ അമോണിയാണ് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ അമോണിയയുടെ പേര് എഴുതി കൊടുത്താലും മതി. NH3 കൊടുക്കുക, സേവ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഫയൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തപ്പോൾ നമ്മളോട് ചോദിച്ചു ഈ ഫയൽ നമ്മൾ സബ്മിറ്റ് ചെയ്യട്ടെ എന്ന്. അപ്പോൾ സബ്മിറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രോസസ്സിംഗ് ആയി. ഗോഷ്യൻ ജോബ് ഹാസ് കംപ്ലീറ്റഡ്. ഡു യു വോണ്ട് ടു ക്ലോസ് ദ വിൻഡോ? ഗോഷ്യൻ വിൻഡോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ യെസ് എന്ന് കൊടുക്കുക. അതിൽ നമ്മൾ നെക്സ്റ്റ് ഗോഷ്യൻ ജോബ് കംപ്ലീറ്റഡ് ഏത് ഫയലാണ് സെലക്ട് ചെയ്യേണ്ടത് ചോദിക്കും. അതിൽ ലോഗ് ഫയലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം അപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ സംഭവം വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എന്ത് ചെയ്യണം? റിസൾട്ട്സിൽ പോയിട്ട് നമ്മൾ ഈ ഇത്രയും ചെയ്തത് കറക്റ്റാണോ എന്ന് അറിയാൻ ഒരു എളുപ്പപ്പണിയുണ്ട്. എന്താ വെച്ചാൽ സമ്മറിയും അതേപോലെ വൈബ്രേഷൻസും ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഈ പറയുന്ന സാധനങ്ങൾ മാത്രം ഓണായിട്ട് കിടക്കും. നമ്മൾ ഈ ചെയ്തതിൽ എന്തെങ്കിലും സ്റ്റെപ്പിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ വൈബ്രേഷൻസ് എന്നുള്ള പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒപ്റ്റ് പ്ലസ് ഫ്രീക്വൻസി ഒന്നും നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടില്ലെങ്കിൽ ഈ വൈബ്രേഷൻസ് എന്നുള്ള സെല്ല് ഓണായിട്ട് കിടക്കില്ല. അപ്പോൾ ഇവിടെ ഇത്രയും സെൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ നമുക്ക് വേണ്ടത് സമ്മറിയും വൈബ്രേഷനുമാണ്. അത് ഓണായിട്ട് കിടക്കണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ സമ്മറിയും വൈബ്രേഷനും ഇവിടെ ഓണായിട്ട് കിടക്കത്തുള്ളൂ കേട്ടോ. അതിൽ റിസൾട്ട്സിൽ പോവുക, സമ്മറി കൊടുക്കുക. സമ്മറിയിൽ നമ്മുടെ എനർജി ഉണ്ട്, നിങ്ങൾ ആ എനർജി നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ എൻ്റെ എനർജി വന്നിരിക്കുന്നത് അയക്കണം -56.17188710 എന്നാണ്. അതേപോലെ നമ്മുടെ ഇമേജറി ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതെപ്പോഴും 0 വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. ദെൻ ഇതിലിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, നമുക്ക് എല്ലാ കാര്യവും കറക്റ്റാണ്. C3V പോയിന്റ് ഗ്രൂപ്പാണെന്ന് നമുക്ക് മനസ്സിലായി, അത് ഓക്കെ കൊടുത്തു. ദെൻ വീണ്ടും നമ്മൾ റിസൾട്ട്സിൽ പോവുക, അതിൽ വൈബ്രേഷൻസ് കൊടുക്കുക. വൈബ്രേഷൻസ് കൊടുക്കുമ്പോൾ നമ്മുടെ സംവിധാനം വന്നിട്ടുണ്ടോ എന്ന് അറിയണ്ടേ. ഫസ്റ്റത്തെ സെല്ല് സെലക്ട് ചെയ്യുക, സ്റ്റാർട്ട് അനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബെൻഡിങ് ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സെലക്ട് ചെയ്യുക,
സിസറിങ് ആണ് കേട്ടോ. സിസറിങ് ഉണ്ട്, ബെൻഡിങ് ഉണ്ട്, ഇൻപ്ലെയിൻ ഉണ്ട്, ഔട്ട്പ്ലെയിൻ ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഏതാന്ന് വെച്ചാൽ നിങ്ങൾ നോക്കണം. ദെൻ തേർഡ് സെലക്ട് ചെയ്യുമ്പോൾ സിമെട്രിക് സ്ട്രെച്ചിങ് കാണാം. ഗോകുലചന്ദ്രനല്ലേ നമുക്ക്. ദെൻ ഇത് അസിമെട്രിക് സ്ട്രെച്ചിങ് ആണ്. ഇനി ഇതിൻ്റെ സ്പെക്ട്രം കാണണമെങ്കിൽ ഇതാ സ്ട്രെച്ചിങ് ആണെങ്കിൽ നമുക്കിവിടെ 3 പീക്കാണ് കാണുന്നത്. നമ്മൾ ഇൻറ്റൻസിറ്റി നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 0-ലൊക്കെ അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 0 വന്ന് ഇവിടെ ഓവർലാപ്പ് ചെയ്ത് ഈ 3000 0ക്ക് കറസ്പോണ്ടിങ് എത്ര 3781. ഇപ്പോൾ ഈ 3781 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വന്നിട്ടുണ്ട്. പക്ഷേ ഇൻറ്റൻസിറ്റി കുറവായതുകൊണ്ട് ഇതിൻ്റെ മേലെ ഓവർലാപ്പ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം, നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ അമോണിയയുടെ ക്ലേസ്. ഓക്കെ.